ഇദന്ത മുതൽ അഹന്ത വരെ അഹന്ത വരെ അതൊന്നുകൂടെ പറയാനല്ലേ. റൈറ്റ്. ഈ ലോകത്തിൽ എന്ത് മുമ്പിൽ പെടുമ്പോഴും ഇതമെന്നൊരു വൃത്തിയാണ് ഉണ്ടാവുക. ഇതെന്ത് അകത്തുണ്ടാകുക. ഊർജതന്ത്രം പഠിപ്പിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. ഈ വസ്തുവിൽ പതിച്ച പ്രകാശം കണ്ണിൽ പതിച്ച് അതിൻ്റെ പ്രതീതി ഉണ്ടാകുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകേണ്ടതാണ്. എല്ലാവർക്കും ഒരുപോലല്ല ഈ വസ്തു. അതുകൊണ്ടാണ് പൗരാണികമോ ആധുനികമോ ആയ ഭൗതിക ശാസ്ത്രം മനുഷ്യൻ്റെ കാഴ്ചയെ സമഗ്രമായി വർണ്ണിക്കാൻ പര്യാപ്തമല്ലാതാകുന്നത്. ഒരു വസ്തുവിൻ്റെ കാഴ്ച എന്നെ രോഗിയാക്കാം, എന്നെ സന്തുഷ്ടനാക്കാം, എന്നെ ആരോഗ്യവാനാക്കാം, ആയുസ്സുള്ളവനാക്കാം. പക്ഷെ ഭൗതികമായൊരു വസ്തുവിൻ്റെ കാഴ്ചയുടെ ഭൗതിക വ്യാഖ്യാനം ഈ തലങ്ങളെ സ്പർശിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ട്? ഒരു വസ്തു കണ്ടത് മുതലാണ് ഞാൻ രോഗിയായത്. ഒരു വസ്തുവിൻ്റെ സ്പർശനം മുതലാണ് ഞാൻ രോഗിയായത്. അത് ഭൗതികമായ ഈ വ്യാഖ്യാനം കൊണ്ട് പൂർണ്ണമല്ല. ഭാരതീയർ പ്രമാണ ചൈതന്യം പ്രമേയത്തിൽ പതിച്ച് പ്രമാതാവിലെത്തുമ്പോൾ കാണുന്നു എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ, ഭൗതികമായി സമ്മതിക്കുമ്പോൾ തന്നെ, ആ കാഴ്ചയ്ക്ക് ഉൾപ്രേരണയായി വരുന്ന ഒരു ഞാനുണ്ട്. ഈ കാഴ്ച മാത്രമല്ലാതെ ആ ഞാൻ ഇതെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഇത് അച്ഛനോട് ചോദിക്കും, അമ്മയോട് ചോദിക്കും. അവർ പലപ്പോഴും ഇത് അടിച്ചൊതുക്കും. ഇതെന്ത് എന്ന ചോദ്യം മുതിർന്നാലും ഉള്ളിലുണ്ട്. ഉള്ളിൽ അറിയുന്ന ഒരു അറിവിനോട് ഇതെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് ഇതെന്ത എന്ന് പറയും. മനസ്സിലായി? ഇതെന്ത് എന്ന് ചോദിക്കുന്ന മാത്രയിൽ തന്നെ ഇത് സ്പീക്ക് ഫോൺ, എന്തോ അതിന് പറയുന്നത് വോയിസ് റെക്കോർഡർ. അപ്പം ഇത് വോയിസ് റെക്കോർഡറാണ് എന്ന അകത്തുനിന്ന് പറയുമ്പോൾ ഇതിൻ്റെ സമാന ആകാരമുള്ള ഒന്ന് മനസ്സൊപ്പിയെടുക്കും. ഇനി ഈ വോയിസ് റെക്കോർഡർ വേണ്ട, ഇതായിട്ടെൻ്റെ മനസ്സ് രൂപാന്തരം പ്രാപിച്ചു. ഇതിന് മനോവൃത്തി എന്ന് പറയും. ആ ദൃശ്യമില്ലാതെ അതായി മനസ്സ് തീർന്നതിനെ മനോവൃത്തി എന്ന് പറയും. ആ മനോവൃത്തിയിലേക്ക് പൂർവാനുഭവങ്ങളുടെ ഒട്ടേറെ പട്ടിക എത്തുമ്പോൾ അത് ചിത്തവൃത്തിയായി. അതിനെ ബുദ്ധി അപഗ്രഥിക്കുമ്പോൾ അത് ബുദ്ധിവൃത്തിയായി. അതിൻ്റെ അന്ത്യത്തിൽ ഇതുകൊണ്ട് ഞാൻ സുഖിയാണ്, ഇതിൻ്റെ സാന്നിധ്യം എനിക്ക് സുഖമാണ്, ഓർ ഇതിൻ്റെ സാന്നിധ്യം എനിക്ക് അസുഖമാണ്. രണ്ടെണ്ണം ഉള്ളിൽ നിന്നുണ്ടാവും. ഇതിനാൽ ഞാൻ സുഖി, അല്ലെങ്കിൽ ഇതിനാൽ ഞാൻ ദുഃഖി. ഇവിടെ എത്തുമ്പോഴാണ് ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് എത്തുന്നത്. മനസ്സിലായി? ഇതിന് നേരം വളരെ കുറച്ച് മതി. പറയാൻ ഞാനെടുത്ത നേരമൊന്നും വേണ്ട. ഇത് കാണുന്ന മാത്രയിൽ തന്നെ ഇതിനാൽ സുഖി അല്ലെങ്കിൽ ദുഃഖിയാവും. ഈ പരിണാമമാണ് എല്ലാ കാഴ്ചയും.